ഹരിമോഹൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരി, ഇന്നലെ അറസ്റ്റിലായവർ ഇന്നും 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ എത്ര പേർ നിലവിൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലുണ്ട് എന്നുള്ളത് ഒരു ചോദ്യം. അന്വേഷണം നിലവിൽ എത്ര പേരിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു? മധു, നിലവിൽ 8 പേരാണ് പോലീസിന്റെ പിടിയിലുള്ളത്. അതായത് ഇന്നലെ 5 പേരെ പിടികൂടി, ഇന്ന് 3 പേർ. അതിൽ ഒരാളെ പിടികൂടിയത് കോട്ടയം ജില്ലയിലെ രാമപുരത്ത് നിന്നാണ്. ഇന്നലെ സംഭവം നടന്ന ശേഷം ഇയാൾ രാത്രിയോടുകൂടി തന്നെ കോട്ടയത്തേക്ക് വണ്ടി കയറി അവിടെ രാമപുരത്തായിരുന്നു ഒളിവിൽ കഴിയുകയായിരുന്നു. കോട്ടയം പോലീസാണ് ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരം അനുസരിച്ച് ഇയാളെ പിടികൂടിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പോലീസ് സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇയാളെ അധികം വൈകാതെ തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കും, തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. നിലവിൽ 8 പേരാണ് പോലീസിന്റെ പിടിയിലുള്ളത്. എന്റെ പുറകിൽ കാണുന്നത് നന്ദാവനം എയർ ക്യാമ്പാണ്. എയർ ക്യാമ്പിലാണ് ഇപ്പോൾ ഈ പറയുന്ന 7 പേർ, അതായത് നേരത്തെ പിടികൂടിയ കോട്ടയത്ത് നിന്ന് പിടികൂടിയ ആൾ ഒഴിച്ചുള്ള ബാക്കി 7 പേരുമുള്ളത്. അവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാനായി ഇറക്കും. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ റിമാൻഡ് തന്നെയാണ്, അതിൽ കുറഞ്ഞതൊന്നുമാവില്ല. കാരണം 11 ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം ഇന്ന് ലഭിക്കില്ല. അവരെ എല്ലാവരെയും തന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഒരു നടപടി എന്ന് പറയുന്നത്. അതേസമയം തന്നെ കൂടുതൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതും CPM-ന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ കൂടിയാണ് ഇനിയിപ്പോൾ പിടിയിലാകാനുള്ളത് എന്ന് പറയുന്നത്. മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി, പാളയം സന്തോഷ്, ഒപ്പം തന്നെ SFI നേതാവായിട്ടുള്ള ഒരു വ്യക്തി കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 3-4 പ്രതികൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പരിശോധനകൾ കൂടി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി പരിശോധന നടത്തിയിരുന്നു. ആകെ 40 ഇടങ്ങളിലാണ് പോലീസിന്റെ പരിശോധന നടന്നിട്ടുള്ളത്. അതായത് എല്ലാവരെയും പിടികൂടണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഉന്നതതലങ്ങളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കാരണം ഇന്നലത്തെ വലിയ വീഴ്ച, അതിനെ തുടർന്ന് പിന്നീട് ഒരു സമവായത്തിലെത്തി ചില പ്രതികളെ CPM വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരമാവധി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ പ്രതികളെയും പിടികൂടണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടൊക്കെ തന്നെ ഈ ആറ്റുകാൽ ഉണ്ണിയുടെ വീട്ടിലൊക്കെ പോലീസ് കയറി പരിശോധന നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും ചില കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പമാണ് ഇന്ന് രാവിലെ 2ാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഇന്നിപ്പോൾ പോലീസിനെ, അതായത് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സമയത്ത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു പ്രതികൾ ചെയ്തത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ രണ്ടാമത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിലും കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടാനില്ല. ഇന്നും സമാനമായ രീതിയിലുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെ ചുമത്തിയിട്ടുണ്ട്. ലഹളയുണ്ടാക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് പോലീസിനും ഇന്നലെ